ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ആണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നറിയേണ്ടത്, അപ്പോൾ ഇന്നത്തെ പത്രവാർത്ത വായിക്കുമ്പോൾ എന്താണ് ഒരു PSC ഉദ്യോഗാർത്ഥി നോട്ട് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ ഒരു ചിഹ്ന പ്രതിഭ. അപ്പോൾ ഇത് നമ്മൾ കുട്ടികളുടെ കാര്യം എന്ന രീതിയിൽ നമ്മുടെ മാതൃഭൂമിയിൽ വന്നതാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും വായിച്ചു നോക്കിയപ്പോൾ അത് വലിയവരുടെയും കാര്യമായി മാറി. അപ്പോൾ ഈ കുട്ടി ചില ചിഹ്നഗ്രഹങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ സമപ്രായക്കാരായ കുട്ടികൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഓൺലൈൻ ഗെയിമും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു കുഞ്ഞുകുട്ടി എന്ത് ചെയ്തിരിക്കുകയാണ്, ചില ചിഹ്നഗ്രഹങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കുഞ്ഞുകുട്ടി കണ്ടുപിടിച്ചിരിക്കുന്നത് നോക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി ശാസ്ത്രാന്വേഷണങ്ങളെ വിജയത്തിലെത്തിച്ചിരിക്കുകയാണ് 13കാരനായ സൂര്യനാരായണൻ. അപ്പോൾ കുട്ടിയുടെ പേരെന്താണ്? സൂര്യനാരായണൻ എന്നാണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചില ചിഹ്നഗ്രഹങ്ങളെയാണ് സൂര്യനാരായണൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് നാസ ഈ 2 ചിഹ്നഗ്രഹങ്ങളെയും അംഗീകരിച്ചിട്ടുണ്ട്. 2 ഗ്രഹങ്ങളെയും നാസ അംഗീകരിച്ച് 2023 VB20, 2023 WC48 എന്നിങ്ങനെ താൽക്കാലിക പേരും നൽകി. അപ്പോൾ ഈ കുട്ടി കുറച്ചധികം ചിഹ്നഗ്രഹങ്ങളെ കണ്ടുപിടിച്ചു. അതിൽ 2 എണ്ണത്തിന് നാസ എന്ത് ചെയ്തു? അംഗീകാരം നൽകി. നാസ അംഗീകാരം നൽകുക മാത്രമല്ല, അവയ്ക്ക് 2നും പേരും ഇട്ടു. അപ്പോൾ എന്ത് വലിയ നേട്ടമാണ് സൂര്യനാരായണൻ നേടിയിരിക്കുന്നത്. ഈ ചെറിയ പ്രായത്തിൽ 13ാമത്തെ വയസ്സിൽ 2 ഗ്രഹങ്ങൾക്ക്, 2 ചിഹ്നഗ്രഹങ്ങൾക്ക് നാസ പേരിട്ടിരിക്കുന്നു, ആ കുട്ടി കണ്ടുപിടിച്ച. അപ്പോൾ എന്തൊക്കെയാണ് ആ പേരുകൾ? എന്തൊക്കെയാണ്? 2023 VB20, 2023 VB20, 2023 VB20, 2023 WC48 എന്നിങ്ങനെയാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഇത് താൽക്കാലികമായിട്ടാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇഷ്ടമുള്ള പേര് നമ്മുടെ സൂര്യനാരായണന് നൽകാം. അതിനുള്ള അനുമതിയും അതിനുള്ള സ്വാതന്ത്ര്യവും സൂര്യനാരായണന് നാസ നൽകി കഴിഞ്ഞു. അപ്പോൾ 2023 VB20, 2023 WC48. ഫ്ലോ. അപ്പോൾ ഇതും അകത്തെ പേജിൽ ചെറിയൊരു കുട്ടികൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട സിനിമകൾ അങ്ങനെ ഒരു രീതിയിൽ വന്നതാണ്. എന്നിരുന്നാലും ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഫ്ലോ എന്ന് പറയുന്ന സിനിമ വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പൂച്ചയുടെ കഥ പറയുന്ന ആനിമേഷൻ അഡ്വഞ്ചർ ചിത്രമാണ്. ഇതിൽ മനുഷ്യരില്ലാത്ത ലോകത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പൂച്ച സർവൈവ് ചെയ്യുന്നത് എങ്ങനെ? മറ്റു മൃഗങ്ങളുമായി ചേർന്ന് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? ആ വെള്ളപ്പൊക്കത്തെ സർവൈവ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ആനിമേഷൻ അഡ്വഞ്ചർ ത്രില്ലർ സിനിമയാണ് ഈ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ആനിമേറ്റഡ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്ലോയാണ്. അതായത് നമ്മുടെ 2025 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ആനിമേറ്റഡ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് എന്ത്? ഫ്ലോ. അപ്പോൾ ഇനി ഫ്ലോ കാണുമ്പോൾ നമ്മൾ പൂച്ചയും കൂടി ഓർക്കുക. ഫ്ലോ 2025 97ാമത്, എത്രാമതാണ്? 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ആനിമേറ്റഡ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്ലോയാണ്. ഒന്ന് കണ്ടോ? അപ്പോൾ ഇതിന്റെ ഇതിവൃത്തം എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തായിരുന്നു? ഒരു പൂച്ച മനുഷ്യരില്ലാത്ത ലോകത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ആ പൂച്ചയും മറ്റു മൃഗങ്ങളും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു? അതിനെ സർവൈവ് ചെയ്യാൻ നോക്കുന്നതാണ് ഫ്ലോ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം. നവീകരിച്ച 103 സ്റ്റേഷനുകൾ സമർപ്പിച്ചു. നമ്മുടെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 103 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 103 എണ്ണവും നമുക്ക് വേണ്ട. പക്ഷെ എത്ര എണ്ണമാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സ്റ്റേഷനുകൾ എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 103 ആണ്. 103 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്ത് നവീകരിച്ചത്. അതിൽ ചിലത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാണ്? കേരളത്തിലെ വടകര, ചിറയൻകീഴ്. ഇപ്പൊ കേരളത്തിൽ നിന്നും ആ 103 എണ്ണത്തിൽ ഉൾപ്പെട്ട 2 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? വടകരയും ചിറയൻകീഴും. മറക്കാതിരിക്കുക, കൃത്യമായി പോയിന്റ് ചെയ്യുക. അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരിച്ച
കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടകരയും ചിറയൻകീഴും നിങ്ങൾ കൃത്യമായി ബബിൾ ചെയ്തിരിക്കണം, കൃത്യമായി പഠിച്ചിരിക്കുക. വടകര, ചിറയൻകീഴ്. പിന്നെ പുതുച്ചേരിയിലെ മാഹി സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തുള്ള ഒന്നും കൂടെ പറഞ്ഞേ ഉള്ളൂ. പുതുച്ചേരിയിലെ മാഹി സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ 1337 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ 1337 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അതിൽ 103 സ്റ്റേഷനുകൾ നവീകരിച്ച് അത് രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. അതിലുൾപ്പെട്ടതാണ് കേരളത്തിലെ വടകരയും ചിറയൻകീഴും. അപ്പൊ ഇത് നമ്മുടെ പ്രധാനമന്ത്രി അത് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് രാജസ്ഥാനിലെ ബിക്കാനേർ റെയിൽവേ സ്റ്റേഷനിലാണ്. അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച രാജസ്ഥാനിലെ ബിക്കാനേർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ബിക്കാനേർ മുംബൈ എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ബിക്കാനേർ മുംബൈ എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചത്. അപ്പോൾ കൃത്യമായി ഓർക്കുക, ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു പക്ഷേ നമുക്കൊരു ചോദ്യം വരാം, ബിക്കാനേർ റെയിൽവേ സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു, ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നിട്ട് അത് ഏത് സംസ്ഥാനത്ത് ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ ഉത്തരം എഴുതും? ഇങ്ങനെയാണോ PSC ഒരു ഹിസ്റ്ററി ചോദ്യം അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കലി ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ PSC തിരിച്ച് നമ്മളോട് പറയും, പത്രം വായിക്കണം, പത്രം കൃത്യമായി വായിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റുമെന്ന് തിരിച്ചു പറയും. അപ്പോൾ അങ്ങനെ ചോദിക്കാനൊരിട വരുത്തരുത്, കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. ബിക്കാനേർ, രാജസ്ഥാനിലാണ് ബിക്കാനേർ റെയിൽവേ സ്റ്റേഷൻ. ബിക്കാനേർ മുംബൈ എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. ബ്രഹ്മോസിന്റെ പരിധി 800 കിലോമീറ്ററായി ഉയർത്തും. അപ്പൊ കൃത്യമായി ഓർക്കുക, നമ്മുടെ ഇപ്പൊ നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ നമ്മുടെ ബ്രഹ്മോസ് മിസൈലാണ് നമുക്ക് പ്രതിരോധം ശക്തമാക്കിയത്. അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലിന്റെ പരിധി എന്ത് ചെയ്യുന്നു? 800 കിലോമീറ്റർ ആക്കി ഉയർത്തുകയാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ എത്രയാണ്? നിലവിൽ അത് 400 കിലോമീറ്റർ ആണ്. 2016-ലാണ് ബ്രഹ്മോസിന്റെ ദൂരപരിധി 400 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചത്. നിലവിൽ സുഖോയ് 30 MKIയിൽ ബ്രഹ്മോസ് ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ ഇന്ത്യ തകർത്തത് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണ്. റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് എന്ത്? ബ്രഹ്മോസ്. അപ്പോ റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ഏതെന്ന് പറയുന്നത്? ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, ബ്രഹ്മോസിന്റെ പരിധി എത്രയായിട്ടാണ് ഉയർത്തുന്നത്? ഓപ്ഷൻസ് 400, 500, 600, 800 എന്നൊക്കെ ഉണ്ടാകും. കൃത്യമായിട്ട് നിങ്ങൾ ബബിൾ ചെയ്യുക. എത്രയാണ്? നമ്മൾ പഠിച്ചു തന്നെ പോവുകയാണ്, ഇനി ഒരു പഠിത്തമില്ല, നമ്മൾ പഠിച്ചു പോവുകയാണ്. 400 ആയിരുന്നത് നേരെ ഇരട്ടിയാക്കുകയാണ്. എത്രയിലേക്ക്? 800ലേക്ക്. ബ്രഹ്മോസിന്റെ പരിധി 800 കിലോമീറ്റർ ആയിട്ടാണ് ഉയർത്താൻ പോകുന്നത്. ഇപ്പോൾ റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ഏത്? നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ബ്രഹ്മോസിന്റെ ദൂരപരിധി 400 കിലോമീറ്റർ ആക്കി വർദ്ധിപ്പിച്ചത് എപ്പോഴാണ്? 2016-ലാണ്. 2016-ലാണ് 400 കിലോമീറ്റർ ആക്കി വർദ്ധിപ്പിച്ചത്. ഇപ്പോഴിതാ അത് 800 കിലോമീറ്റർ ആക്കി ഉയർത്താൻ പോകുന്നു. ടോട്ടൽ വിജയം, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കീഴടക്കിക്കൊണ്ട് ടോട്ടനം യൂറോപ്പ ലീഗ് ടോട്ടനം നേടിയിരിക്കുന്നു. ആരെയാണ് കീഴടക്കിയത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കീഴടക്കിക്കൊണ്ട് യൂറോപ്പ ലീഗ് കിരീടം നേടിയിരിക്കുകയാണ് ടോട്ടനം. ഏതാണ് ടീം? ടോട്ടനം. അപ്പൊ ടോട്ടൽ വിജയം, മാഞ്ചസ്റ്ററിനെ പരാജയപ്പെടുത്തി ടോട്ടൽ വിജയം തന്നെ നേടിയിരിക്കുകയാണ് ടോട്ടനം എന്ന ക്ലബ്ബ്. ലീഗ് ഏതായിരുന്നു? യൂറോപ്പ ലീഗ്. ഏതാണ്? യൂറോപ്പ ലീഗാണ്. കൃത്യമായി ഓർക്കുക, ടോട്ടൻഹാമിന്റെ 17 വർഷത്തെ കിരീട വരൾച്ചയ്ക്കാണ് ഇവിടെ വിരാമം ഇട്ടിരിക്കുന്നത്. അതായത് 17 വർഷമായിട്ട് ഈ ടോട്ടൻഹാം ഒരു ലീഗും തന്നെ വിജയിച്ചിട്ടില്ല. 17 വർഷത്തിന് ശേഷമാണ് ടോട്ടൻഹാം ഒരു ലീഗ് വിജയിച്ച് ഒരു കിരീടം നേടുന്നത്. അപ്പോൾ ആരെയാണ് പരാജയപ്പെടുത്തിയത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് പരാജയപ്പെടുത്തിയത്. യൂറോപ്പ ലീഗ് കിരീടമാണ് ടോട്ടൻഹാമിന് ലഭിച്ചത് എന്നുകൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത വാർത്ത,
അതിവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പിള്ളേരും ഒരു വിദേശിയും കൂടെ ചേർന്നിട്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ തെലങ്കാനയിലെ തെലങ്കാനയിലെ ഹൈദരാബാദില് 2025 മിസ് വേൾഡ് മത്സരം നടക്കുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. തെലങ്കാനയിലെ ഹൈദരാബാദിൽ വെച്ചിട്ടാണ് 2025 മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു സുന്ദരി അവിടുത്തെ കുട്ടികളുമായിട്ട് നൃത്തം ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട വാർത്ത എന്ന് പറയുന്നത് തെലങ്കാനയിലെ രാമനഗരയെ ബാംഗ്ലൂർ സൗത്ത് എന്ന് പേര് നൽകിയിരിക്കുകയാണ്. എന്താണ്? തെലങ്കാനയിലെ രാമനഗരയുടെ പേര് മാറ്റി ബാംഗ്ലൂർ സൗത്ത് എന്നാക്കിയിരിക്കുകയാണ്. കേന്ദ്രം ഇതിന് എതിരാണ്. അതുകൂടെ ഓർക്കുക, കേന്ദ്ര സർക്കാർ ഇതിനെതിരാണ്. ഇങ്ങനെ ഒരു പേര് മാറ്റാൻ പോയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്, അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് ഇത് ഞങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? രാമനഗര എന്ന പേര് മാറ്റിയിട്ട് എന്തെന്നാക്കി? ബാംഗ്ലൂർ സൗത്ത് എന്ന് പേര് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചോദ്യം വരാം. അടുത്തിടെ ബാംഗ്ലൂർ സൗത്ത് എന്ന് പേര് മാറ്റിയ തെലങ്കാനയിലെ ജില്ല. ബാംഗ്ലൂർ സൗത്ത് എന്ന് പേര് മാറ്റിയ തെലങ്കാനയിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? രാമനഗര. അപ്പൊ 2025 മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടക്കുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. പാത്വേ ടു ലീഡ് ഇന്ത്യ Under-19 സ്കോർ ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം നമ്മുടെ Under-19 നടക്കുന്നുണ്ട്. അപ്പോൾ അതില് നമ്മുടെ ഇന്ത്യൻ ടീമിനെ ഇംഗ്ലണ്ടിലേക്ക് നയിക്കുന്നത് ആയുഷ് യാത്രയാണ് ഇന്ത്യയുടെ Under-19 ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ Under-19 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആയുഷ് യാത്രയാണ്. കൃത്യമായി ഓർത്തിരിക്കുക, ആയുഷ് യാത്രയെ. നമുക്ക് പല പേരുകളും ഓപ്ഷനിൽ വരാം. എല്ലാവർക്കും Under-19 എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പേര് വൈഭവ് സൂര്യവംശിയുടേതാണ്. ആ പേരൊന്നും എഴുതി വെക്കരുത്. ആയുഷ് യാത്രയാണ് Under-19 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആയുഷ് യാത്രയാണ്. നമുക്കിനി ഇന്ന് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളിലെല്ലാം കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടും കാണുന്ന എല്ലാവരും തന്നെ മാക്സിമം നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യാൻ നോക്കുക. തെറ്റുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾ തിരുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ ചോദിക്കാം. ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ക്ലാസ് വേണ്ടത് അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ഹു ഹാസ് ബീൻ നെയിംഡ് ക്യാപ്റ്റൻ ഓഫ് ദി ഇന്ത്യ Under-19 ടീം ഫോർ ദ ഇംഗ്ലണ്ട് ടൂർ? അപ്പൊ കൃത്യമായിട്ടും പറഞ്ഞതാണ്. ഓപ്ഷൻസ് നോക്കാം. വൈഭവ് സൂര്യവംശി, അഭിഗ്യാൻ കുണ്ടു, ആയുഷ് മാത്രേ, ഹർവൻഷ് സിംഗ്. ഇതിൽ ആരാണ് Under-19 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ? ഇന്ത്യയുടെ Under-19 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? ഇൻ വിച്ച് ഇയർ വാസ് ദ 400 കിലോമീറ്റർ വേർഷൻ ഓഫ് ദി ബ്രഹ്മോസ് മിസൈൽ ടെസ്റ്റഡ്? ബ്രഹ്മോസ് മിസൈലിന്റെ 400 കിലോമീറ്റർ വേർഷൻ ഏത് വർഷമാണ് വന്നത്? 2012, 2016, 2018, 2020. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത